കേരള സാഹിത്യ അക്കാദമിയുടെ സർവ്വദേശീയ സാഹിത്യോത്സവം 4ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ നമുക്കൊപ്പം ലോക സാഹിത്യത്തിൽ മലയാള കവിതയെ അടയാളപ്പെടുത്തിയ പ്രിയപ്പെട്ട കവിയും കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റുമായ സച്ചിദാനന്ദൻ മാഷ് ചേരുകയാണ്. എങ്ങനെയാണ് ഇപ്പോൾ ഇതുവരെയുള്ള സാഹിത്യോത്സവത്തെ നോക്കിക്കാണുന്നത്? ഒന്നാമത് ഉത്സവത്തിൻ്റെ ദിവസങ്ങളും വെന്യൂകളും അല്പം കുറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ബജറ്റ് പരിമിതികൾ കൊണ്ട്. പക്ഷേ അതിൻ്റെ ഗൗരവം ഒരു തരത്തിലും കുറയ്ക്കാൻ ഞങ്ങൾ ആരും സമ്മതിച്ചിട്ടില്ല. എല്ലാ വിഷയങ്ങളും വളരെ പ്രസക്തമായ വിഷയങ്ങളാണ്. ഒന്നുകിൽ സാമൂഹ്യവും രാഷ്ട്രീയവുമായ പ്രസക്തിയുള്ളവ, അല്ലെങ്കിൽ സാഹിത്യപരവും സൗന്ദര്യാത്മകവുമായ പ്രസക്തിയുള്ളവ. ആ രീതിയിൽ ഇപ്പോൾ സാഹിത്യ പത്രപ്രവർത്തനം മുതൽ ഇന്നത്തെ ഈ ഹിന്ദുത്വ രാഷ്ട്രീയം വരെയുള്ള അനേകം കാര്യങ്ങൾ ഈ 3 വേദികളിലായി ഈ 4 ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ആ തരത്തിൽ അതിനോടുള്ള പ്രതികരണത്തിലും ഞങ്ങൾ സന്തുഷ്ടരാണ്. ധാരാളം ആളുകൾ വരുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്, പലരും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അർത്ഥവത്തായൊരു സംവാദം ഇവിടെ നടക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വേദിയിലുള്ള സംവാദമുണ്ട്, വേദിയും ശ്രോതാക്കളും തമ്മിലുള്ള സംവാദമുണ്ട്, എഴുത്തുകാർ തമ്മിലുള്ളതും വായനക്കാർ തമ്മിലുള്ളതുമായ സംവാദമുണ്ട്. ആ എല്ലാ അർത്ഥത്തിലും ഒരു വളരെ സാർത്ഥകവും സമ്പുഷ്ടവുമായൊരു സാഹിത്യോത്സവം തന്നെയാണ് ഇത് എന്ന് ഞാൻ ഇതുവരെയുള്ള അനുഭവം വെച്ച് പറയാം. ഈ സാർവദേശീയ സാഹിത്യോത്സവം എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഈ സാർവദേശീയത, അതിൽ പങ്കാളിത്തം, അതിൽ പങ്കെടുക്കുന്ന ആളുകൾ കൊണ്ടാണോ, അതോ അതിൻ്റെ കണ്ടന്റുകൾ കൊണ്ടാണോ, എങ്ങനെയാണ് അതെങ്ങനെയാണ്? തീർച്ചയായും ഈ രണ്ടർത്ഥവും അതിനെടുക്കാവുന്നതാണ്. കാരണം നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രശ്നങ്ങൾ, ഉദാഹരണത്തിന് കേരളത്തിൻ്റെ മാത്രമോ ചിലപ്പോഴൊക്കെ ഇന്ത്യയുടെ മാത്രമോ പോലുമല്ല. ഇപ്പോൾ മതനിരപേക്ഷത എന്ന പ്രശ്നം, അല്ലെങ്കിൽ മതത്തിനപ്പുറം ഒരു ആത്മീയതയുണ്ടോ എന്നുള്ള ബുദ്ധനൊക്കെ നടത്തിയ പോലുള്ള അന്വേഷണം, ഇത്തരം കാര്യങ്ങൾ, അല്ലെങ്കിൽ ലോകരാഷ്ട്രീയത്തിലെ പുതിയ വികാസങ്ങൾ, ഇവയൊന്നും കേരളത്തിൻ്റെ മാത്രം പ്രശ്നങ്ങളോ പലപ്പോഴും ഇന്ത്യയുടെ മാത്രം പ്രശ്നങ്ങളോ പോലുമല്ല. ആ അർത്ഥത്തിൽ ആശയതലത്തിലുള്ളൊരു സാർവദേശീയതയുണ്ട്. മറ്റൊന്ന് അക്ഷരാർത്ഥത്തിൽ ഉള്ളൊരു സാർവദേശീയത. മറ്റ് രാഷ്ട്രങ്ങളിലെ ആളുകൾ അതിൽ പങ്കെടുക്കുന്നു എന്നത് ഇത്തവണ ഞങ്ങൾക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബജറ്റ് പരിമിതികളത് കുറയ്ക്കേണ്ടി വന്നിട്ടുണ്ട്. എങ്കിലും അതിൽ നമുക്ക് നേപ്പാളിൽ നിന്ന് ആളുകൾ, ടിബറ്റിൽ നിന്ന് ആളുകളുണ്ട്, പലസ്തീനിൽ നിന്ന് ഒരു കവിയെ പ്രതീക്ഷിക്കുന്നുണ്ട്. അവർക്ക് വിസയുടെ ഒരു പ്രശ്നമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ രീതിയിൽ നോക്കുമ്പോൾ പുറത്തുനിന്നുള്ള പങ്കാളിത്തം കൊണ്ടും അകത്ത് നടക്കുന്ന ആശയങ്ങളുടെ വിശാലത കൊണ്ടും രണ്ടർത്ഥത്തിലും അതിനൊരു സാർവദേശീയമായ മാനം ഉണ്ട് എന്ന് പറയാൻ കഴിയും. ഇപ്പോൾ ഈ സാഹിത്യോത്സവങ്ങളുടെ എണ്ണമൊക്കെ വളരെ കൂടി വരുന്നൊരു സമയമാണ്. അപ്പോൾ ഈ കേരള സാഹിത്യ അക്കാദമി മുൻകൈ എടുത്ത് ഇത്തരമൊരു സാഹിത്യോത്സവം സംഘടിപ്പിക്കുമ്പോൾ അത് മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണ്? കേരള സാഹിത്യ അക്കാദമി നിശ്ചയമായും നമ്മുടെ കാലം നമുക്കറിയാവുന്നതുപോലെ ഒരു അടിച്ചമർത്തലിൻ്റെ കാലമാണ്. എല്ലാ അർത്ഥത്തിലും മാധ്യമങ്ങൾ അടിച്ചമർത്തപ്പെടുന്നു, എഴുത്തുകാർ അടിച്ചമർത്തപ്പെടുന്നു, വായനക്കാർ അടിച്ചമർത്തപ്പെടുന്നു, ചിന്ത തന്നെ അടിച്ചമർത്തുന്നു. അത്തരമൊരു കാലത്ത് സ്വാതന്ത്ര്യത്തിൻ്റെയും സംവാദത്തിൻ്റെയും ഇടങ്ങൾ സൃഷ്ടിക്കുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം സംവാദത്തിൻ്റെ ഇടങ്ങൾ ചുരുങ്ങി വരികയാണ്. പലപ്പോഴും നടക്കുന്നത് ഏകപക്ഷീയമായ പ്രഭാഷണങ്ങൾ മുകളിൽ നിന്ന് വരുന്നു, അത് നിശബ്ദമായി കേൾക്കുന്ന ജനങ്ങൾ താഴെയിരിക്കുന്നു. ഈ തരത്തിലുള്ളൊരു വളരെ സങ്കുചിതമായൊരു ലോകത്തേക്ക് ഇന്ത്യയുടെ ജനാധിപത്യം ചുരുങ്ങി വരികയാണ്. ജനാധിപത്യത്തിൻ്റെ അർത്ഥം നഷ്ടപ്പെടുന്നു, ഭരണഘടന നിരന്തരമായി ലംഘിക്കപ്പെടുന്നു, ഫെഡറലിസം ഇല്ലാതാകുന്നു, വിദ്യാഭ്യാസത്തിൽ പോലും മാറ്റങ്ങൾ വരുന്നു, ചരിത്രം തിരുത്തിയെഴുതപ്പെടുന്നു. അത്തരമൊരു കാലത്ത് ഞങ്ങൾ സ്വതന്ത്രരാണ്, ഞങ്ങളുടെ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ച് തന്നെ മുന്നോട്ട് പോകും എന്നൊരു പ്രഖ്യാപനം കൂടിയായിട്ടാണ് ഈ ഉത്സവത്തെ ഞങ്ങൾ എന്തെഴുതണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഈ ദേശീയ ഭരണകൂടത്തിന് കീഴടങ്ങുന്ന ആളുകൾക്ക് മാത്രമേ എഴുതാനും സംസാരിക്കാനും പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇത്തരം ഒരു സാഹിത്യോത്സവത്തിൻ്റെ പങ്കെന്താ? അതെ, കൃത്യമായിട്ടും അത് തന്നെയാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. നമ്മൾ ഇവിടെ ഞങ്ങൾക്കിഷ്ടമുള്ളത് എഴുതും, ഞങ്ങൾക്കിഷ്ടമുള്ളത് പറയും എന്ന് നമ്മൾ കേരളീയരായ ആളുകൾ പ്രഖ്യാപിക്കുന്ന ഒരിടമാണ്. അതോടൊപ്പം ചേരുന്ന മറ്റ് ദേശങ്ങളിൽ നിന്നുള്ള ശബ്ദങ്ങളും സ്വാഭാവികമായി
സജീവമായും ഉണ്ട്. ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനം വളരെ പ്രധാനപ്പെട്ട നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സാമൂഹ്യ രാഷ്ട്രീയ ചേഷ്ടയാണ്. അത് നമ്മുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, നമ്മുടെ ജനാധിപത്യത്തെക്കുറിച്ച് നാം നിരന്തരമായി നടത്തേണ്ട സംവാദങ്ങളുടെ സാധ്യതകളെക്കുറിച്ച് ജനങ്ങളോട് പറയുന്നു, നമ്മോട് തന്നെ പറയുന്നു, നമ്മെ തന്നെ ഉണർത്തുകയും മറ്റുള്ളവരെ ഒപ്പം തന്നെ ഉണർത്തുകയും ചെയ്യുന്ന ഒരു ഉത്സവം എന്ന നിലയിലാണ് ഇതിനെ ഞങ്ങൾ നോക്കിക്കാണുന്നത്. സമൂഹത്തിൽ വളരെ ചെറിയ ശതമാനം ആളുകൾ മാത്രമാണ് വായിക്കുന്നത്, ചെറിയ ശതമാനം ആളുകൾ മാത്രമാണ് എഴുതുന്നത്, അവരുടെ മാത്രമായിട്ടുള്ള ഒരു സാഹിത്യോത്സവം എന്നുള്ള രീതിയിലേക്കുള്ള ഒരു പ്രചരണമൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ വായനക്കാരുടെ എണ്ണം കുറഞ്ഞു വരികയാണ് എന്നുള്ള രീതിയിലേക്കുള്ള ഈ പ്രചരണങ്ങൾക്ക് എങ്ങനെയാണ്? എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. പുസ്തകങ്ങളുടെ പ്രചാരമായാലും ശരി, ആനുകാലികങ്ങളുടെ പ്രചാരമായാലും ശരി, അതൊക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം വായനക്കാരുടെ എണ്ണം കുറഞ്ഞിട്ടില്ല. ചില ആളുകളുടെ വായനക്കാരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടാവും, പക്ഷേ വായനക്കാരുടെ എണ്ണം കുറഞ്ഞിട്ടില്ല. വായന വർദ്ധിക്കുന്നു. വായിച്ചതിനെക്കുറിച്ചുള്ള സംവാദങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോലും ഒരു ഭാഗത്ത് നടക്കുന്നു. പുസ്തകങ്ങൾ ധാരാളമായി ഇറങ്ങുന്നു. കാരണം വായനക്കാരെല്ലാ കാലത്തും പല തട്ടുകളിലും പല തലങ്ങളിലുമൊക്കെ ആയിട്ടുണ്ട്. ചില ആളുകൾക്ക് ചില പ്രത്യേക തരം കൃതികൾ ഇഷ്ടമായിരിക്കും, മറ്റു ചില ആളുകൾക്ക് വേറെ തരം കൃതികൾ ഇഷ്ടമായിരിക്കും. പക്ഷേ ഈ വായനാ സമൂഹത്തെ ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ അത് ഇന്നും വളരെ വിപുലമായൊരു വായനാ സമൂഹമാണ്. അത് കാണണമെങ്കിൽ ഈ ഇത്തരത്തിലുള്ള സാഹിത്യോത്സവങ്ങളിൽ വരിക, അല്ലെങ്കിൽ നമ്മുടെ വായനശാലകളിലേക്ക് പോവുക. എത്ര പേർ പുസ്തകങ്ങൾ എടുത്തു പോകുന്നുണ്ട്, വായിക്കുന്നുണ്ട്. വാങ്ങുന്ന പുസ്തകങ്ങളുടെ കാര്യം മാത്രം, വായിക്കുന്ന പുസ്തകങ്ങളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അത് നിശ്ചയമായും വളരെ വിപുലമായൊരു ലോകമാണ്. ഇന്നും നാം നടത്തിയ വായനശാല നവോത്ഥാന കാലം മുതൽ ആരംഭിച്ച ആ വായനശാല പ്രസ്ഥാനത്തിനും അതുണ്ടാക്കിയ വലിയ പ്രത്യാഘാതത്തിനും ഒന്നും തന്നെ ഒരു കുറവും വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വായന നടക്കുന്നുണ്ട്, സജീവമായ ചർച്ച നടക്കുന്നുണ്ട്. അതിൽ ധാരാളം ശകാരങ്ങളും ഒരു ചീത്തയായ ഭാഷയുമൊക്കെ ഉപയോഗിക്കപ്പെടുന്നുണ്ടാവും. പക്ഷെ ആത്യന്തികമായി അതെല്ലാം നമ്മുടെ ജനാധിപത്യം സജീവമാണ് എന്ന് കാണിക്കുന്നുകൂടിയുണ്ട്. ആ രീതിയിലും അതിനെ കാണാൻ കഴിയും. അതിലെ ചീത്തവശങ്ങളെയൊക്കെ മാറ്റി വെച്ചാലും നമുക്കിഷ്ടമുള്ളത് പറയുന്നു, നാം ചർച്ച ചെയ്യുന്നു എന്ന ഒരു കാര്യം വളരെ അക്കാദമിയെ വിമർശിക്കുന്നവരുണ്ട്. അതിലൊന്നും നമുക്ക് യാതൊരു വിരോധമില്ല. ഇതൊരു ജനാധിപത്യ സ്ഥാപനമാണ്. അല്ലാതെ ഏതെങ്കിലും ഏകാധിപതി ഭരിക്കുന്ന ഒരു സ്ഥാപനമല്ല. അതുകൊണ്ട് തന്നെ അത് വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുന്നു, നിർദ്ദേശങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പലപ്പോഴും ആ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്നു. ആ രീതിയിലുള്ള സജീവമായ ജനാധിപത്യപരമായൊരു സ്ഥാപനമായിട്ടുണ്ട് എല്ലാ കാലത്തും സാഹിത്യ അക്കാദമി. ഇനിയുള്ള കാലവും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന പ്രതീക്ഷയാണ് എനിക്ക്. തീർത്തും ജനാധിപത്യപരമായി സംഘടിപ്പിക്കുന്ന സർവ്വദേശീയ സാഹിത്യോത്സവത്തെക്കുറിച്ചാണ് സച്ചി മാഷ് നമ്മളോട് സംസാരിച്ചത്. ക്യാമറമാൻ ദിലീപ് ഗോപിക്കൊപ്പം ജോസൽ സെബാസ്റ്റ്യൻ, കൈരളി ന്യൂസ്.